മാ, ഇന്ന് കറിക്ക് എന്തെങ്കിലും മേടിക്കണ്ടേ? ഓ, എന്തിനാ? എനിക്കും കൂട്ടാനുള്ള കറിയുണ്ട് അതിനകത്ത്, അത് മതി. ഇതിപ്പോൾ ഡെയിലി മീൻ കറിയൊക്കെ മേടിച്ച് വെക്കാനുള്ളതെന്നുള്ള പാകമൊന്നുമില്ല. ഇപ്പോഴത്തെ മീനിൻ്റെ വില കേട്ടാൽ തന്നെ എങ്ങനെ മേടിക്കാൻ പോവും? സ്വർണത്തിനില്ല അത്രയും വില. അതുകൊണ്ട് എനിക്കും കൂട്ടാനുള്ള കറിയൊക്കെ ഉണ്ട്, അത് മതി. ഇന്ന് അങ്കമ്മക്ക് അങ്ങനെ കഴിച്ചോട്ടെ. ഇന്ന് 3 ദിവസം കൊണ്ട് കൂട്ടുമല്ലേ ആ കറി, അതൊക്കെ മതി. 3-4 ദിവസം കൊണ്ട് ആ കറി കൂട്ടും, മനുഷ്യൻ്റെ വാ വെറുത്ത്. ഓഹ്, ബാക്കി രുചിയായിട്ടൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമെന്നറിയാമോ. ഇനി ഇന്നും ഇത് തന്നെ കറി. എൻ്റെ കൊച്ച, ഈ പട്ടാപ്പകൽ എന്തിനാ ഈ ലൈറ്റും ഈ ഫാനും ഒക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നേ? ആ വെളിയിലോട്ട് ഇറങ്ങി ചെന്നാൽ നല്ല കാറ്റും വെട്ടവും ഒക്കെ കിട്ടുമല്ലോ. അവിടെ ഇരുന്ന് ഫോണ് പോയി തോണ്ടിയാൽ പോരെ? വെറുതെ എന്തിനാ ഇതിനകത്ത് ഇരുന്നിരിക്കുന്നത്? വെറുതെ കറണ്ട് ചാർജ് കൂട്ടാനായിട്ട് ഓരോന്ന് ചെയ്തു വെച്ചോളൂ. ഓഫ്, പിന്നെ ഇപ്പോഴത്തെ കാലത്ത് കയറി വെളിയിലോട്ട് ഇരുന്നാൽ മതി. അകത്തിരുന്ന ചൂട് കൊണ്ടിരിക്കാനും വയ്യ. ജനൽ വല്ലതും തുറന്നിട്ടാലോ വല്ല പാമ്പിൻ്റെ ബഹളം. ഇത് പാമ്പിനെക്കാട്ടി വിഷമാണ് ഇവിടുത്തെ തള്ളയ്ക്ക്. ഓഹ്, വല്ലാത്ത കഷ്ടം തന്നെ ഇത്. എന്തോ പറയാനാന്ന് പറ. എപ്പോഴും കണ്ടു അറിഞ്ഞും ചെയ്യത്തില്ല. ഓഹ്, വന്ന് കയറിയതും കണക്കാ. എപ്പോൾ നോക്കിയാലും ഫാനും ലൈറ്റും ഒക്കെ ഇട്ടോണ്ട് അങ്ങ് ഇരിക്കുക. വെളിയിലോട്ട് വന്നിരുന്നാൽ അങ്ങോട്ട് ഒക്കത്തില്ല. ഓ, എന്തൊരു ആഡംബര ജീവിതമാണ്. ഇങ്ങനെയൊക്കെയായി എങ്ങനെ ജീവിക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ ചെറുക്കൻ്റെ കാര്യം കഷ്ടം തന്നെ. ആ പണിയെടുത്തതിൻ്റെ നട്ടലൂടി അത്ര തന്നെ. വന്ന് കയറിയതും കണക്കാ. ഓഹ്, പറഞ്ഞ് മനുഷ്യൻ്റെ പാകഴച്ച്. ഓ, എൻ്റെ പൊന്നെ, ഭയങ്കര കഷ്ടമാണ്. പിശുക്കെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇത് വല്ലാത്തൊരു പിശുക്കാണ് എൻ്റെ ഉമ്മ. ഒരു കറി വെച്ചാൽ പോട്ടെ, മാക്സിമം 2 ദിവസമെങ്കിലും കൂട്ടാം. ഇത് ഒരാഴ്ച വെച്ചാണ് നീ കൂട്ടുന്നത്. ഇനി ആ ചട്ടിക്കകത്ത് ഇനി വടിക്കാനൊന്നുമില്ല. ഇനി ഒരു ചാറ് മാത്രം കാണും അതിനകത്ത്. ഓഹ്, ഇക്കടുത്ത് വിളിച്ച് പറയുമ്പോൾ പറയും ഉമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണ്, കണ്ടില്ല കേട്ടില്ല എന്ന് അടിച്ചാൽ മതി എന്നാണ് പറയുന്നത്. എൻ്റെ ഇല്ലെങ്കിൽ 10 രൂപ വല്ലതും ഉണ്ട് എടുക്കാനായിട്ട്, ഇഷ്ടത്തിന് തിന്നാനോ മേടിക്കാനോ വല്ലോ. ആ, ഞാനൊന്ന് പറയട്ടെ. ഇനി അതിനെന്താണോ പറയുന്നത് അറിയത്തില്ല. വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാം. ഉമ്മ, നമുക്ക് നാളെ വിരുന്നുകാരുണ്ട് കേട്ടോ. വിരുന്നുകാരാ? ഈ ചൂടും പിടിച്ച് ആര് വരാൻ ഇങ്ങോട്ട് വിരുന്ന്? ആര് വരുന്നു? കുഞ്ഞുമ്മാടെ മോളുമ്മ കല്യാണം കഴിഞ്ഞില്ലേ? നമ്മൾ വിരുന്നിനോ വിളിച്ചിട്ടില്ല. അപ്പം അല്ലാതെ അവർ ചുമ്മാ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഇന്നലെ വീട്ടിൽ പറഞ്ഞായിരുന്നെന്ന് പറയുന്ന കേട്ടോളൂ. അപ്പോൾ അതുകൊണ്ട് നാളെ ഇവിടെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഉച്ചയാകുമ്പോൾ എത്തുമെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഉച്ചക്കലത്തേക്ക് ഭക്ഷണം കൊടുക്കാം. നമുക്കൊരു ചിക്കൻ ബിരിയാണി വയ്ക്കാം. അതാകുമ്പോൾ ജോലി പെട്ടെന്ന് കഴിയും. പിന്നെ അതായിരിക്കും എളുപ്പം. ഉമ്മ എന്താ പറയുന്നത്? ബിരിയാണി പറഞ്ഞപ്പോൾ അതങ്ങ് തീർന്ന്. അതിന് വേണ്ടിയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ മേടിക്കണമെന്നറിയാമോ? ഇറച്ചി മേടിക്കണം, അതിൻ്റെ സാധനങ്ങൾ മേടിക്കണം, ബിരിയാണിയുടെ അരി മേടിക്കണം, അതിനുള്ള സാധനങ്ങൾ മേടിക്കണം. എന്തെല്ലാം പാടുപെടണമെന്നറിയാമോ? നീ ഒരു കാര്യം ചെയ്യ്, ഉച്ചയ്ക്ക് വരുമ്പോഴല്ലേ നമുക്ക് ചോറ് കൊടുക്കേണ്ടി വരത്തുള്ളൂ. അതിനു മുമ്പ് നീ പറ, ഉച്ചയ്ക്ക് മുമ്പ് ഇങ്ങ് വരാൻ പറ. അതാകുമ്പോൾ ഇച്ചിരി നാരങ്ങ വെള്ളവും കൊടുത്തു 2 കഷ്ണം കേക്കും കൊടുത്തു വിട്ടാൽ പണി അങ്ങ് കഴിഞ്ഞു. ഒരുപാട് ചിലവുമില്ല. ഇത് ചിക്കൻ മേടിക്കാൻ പൈസ വേണം. എന്തിനാ വേണ്ടാത്ത വിലയ്ക്കൊക്കെ പോകുന്നത്? ഓ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് നീ അവരെ വിളിച്ചങ്ങ് പറ, ഇപ്പം ചിക്കൻ മേടിക്കാനുള്ള പൈസയും കാര്യങ്ങളൊന്നുമില്ല. ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ നേടാം. ഓ, അത് മതി ബിരിയാണി മേടിച്ച് സൽക്കരിക്കാനൊക്കെ. നീ അങ്ങനെ തന്നെ വിളിച്ച് പറ. പറഞ്ഞതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഓ, ബിരിയാണി വെച്ച് കൊടുക്കാനായിട്ട് ഇനി ആരാ അത്? ചുമ്മാ ഉള്ള പൈസ കളയാനായിട്ടൊക്കെ. അവനിങ്ങോട്ട് അയക്കുന്ന പൈസ അള്ള കാത്തതാ എൻ്റെ പേരിലോട്ട് അവൻ പൈസ അയക്കുന്നത്. അവിടെ പേരിൽ അയക്കുമായിരുന്നെങ്കിലുണ്ടല്ലോ 1 രൂപ പോലും കാണത്തില്ല. ചുമ്മാ അത് മേടിക്കും ഇത് മേടിക്കും അത് മേടിക്കുന്നു പറഞ്ഞിട്ടിരിക്കും. ഉള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് വിരുന്നൊന്നും പറഞ്ഞ് വിളിച്ചുണ്ടാക്കും. ഏ, നീ ഇതെവിടെ പോന്നിപ്പോൾ? ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുക. അതെങ്ങനെ ശരിയാവും? നീ ഇപ്പോൾ നിൻ്റെ വീട്ടിലോട്ട് പോയാൽ നാളെയല്ലേ നിൻ്റെ കുഞ്ഞുമാടെ മോളിങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞത്.
അവർ വരുമ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യും? നീ വീട്ടിൽ പോയാൽ ഹാ ഞാൻ അതൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയേ വിരുന്നൊക്കെ ഇനി എൻ്റെ വീട്ടിൽ കൊടുക്കാം. ഇവിടെ എന്തായാലും പറ്റത്തില്ലല്ലോ. എനിക്ക് ഈ നാണം കെട്ട പരിപാടിക്കൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നാരങ്ങകളും കൊടുക്കാനും കേക്ക് കൊടുക്കാനും ഒക്കെ. ഇതമ്മ എൻ്റെ വീട്ടിൽ വിളിക്കുമ്പോഴേ അവിടെ ഭക്ഷണം കൊടുത്തോളാം. അവർ നാളെ ഇങ്ങോട്ട് വരത്തില്ല. അവരെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. ആ അതെന്തായാലും നന്നായി. ഇവിടത്തെക്കാട്ടി സൗകര്യം നിൻ്റെ വീട്ടില്ല. അവിടെ വെക്കാനും വിളമ്പാനും മേടിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ ഞാനും നീയിട്ട് എന്ത് ചെയ്യാനാ? അതുകൊണ്ട് അതാ നല്ലത്. ഇത് പിന്നെ നേരത്തെ അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? എന്തായാലും നീ അവരെ വിളിച്ച് പറഞ്ഞല്ലോ, അത് നന്നായി. നീ എന്നെ സമയം കളയണ്ടെന്നാ നീ പോകാൻ നോക്കുന്ന. നീ ഇതൊക്കെ കഴിഞ്ഞിട്ടേ കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നാലും മതി കേട്ടാ. പിന്നെ അതുപോലെ തന്നെ ഓട്ടോയിലൊന്നും പോകണ്ട. ഓട്ടോയിലൊക്കെ പോയാലേ ഭയങ്കര കാശാണ്. ബസ്സിനാകുമ്പോഴത്തേക്കേ 5-6 രൂപ എങ്ങോട്ടല്ലേ ആകത്തുള്ളൂ. അതിനെങ്ങനെ പോയാൽ മതി കേട്ടാ. ഉം.